പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ CPM എന്ന പാർട്ടി കൈവിടുന്നുവോ? ഈ ഒരു ചർച്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി CPMലും കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയ സമൂഹത്തിലും നടന്നു വരുന്നത്. കാരണം ഒരു പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കി സ്വന്തം പാർട്ടിയായി ഞാൻ മാത്രമാണ് പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഏകാധിപത്യ സ്വേച്ഛാധിപത്യ രീതികളിലൂടെ പാർട്ടിയെ കൈയടക്കി വച്ചിരിക്കുന്ന പിണറായി വിജയൻ എന്ന മുൻ മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടി പരസ്യമായി തിരിയുകയാണ് എന്ന വാർത്തയാണ് അല്ലെങ്കിൽ സൂചനകളാണ് പുറത്തു വരുന്നത്. നേരത്തെ EK നായനാർക്കെതിരെ VS അച്യുതാനന്ദൻ സ്വീകരിച്ച നിലപാട്, പിന്നാലെ വന്ന VS അച്യുതാനന്ദനോട് പിണറായി വിജയൻ സ്വീകരിച്ച നിലപാട്, പാർട്ടിയിൽ ഗ്രൂപ്പിസം ഇല്ല എന്ന് പറയുമ്പോഴും പാർട്ടിയിൽ അതിശക്തമായ വിഭാഗീയത, ഗ്രൂപ്പിസം നിലനിൽക്കുന്നു എന്ന് കേരള ജനത കണ്ട കാലഘട്ടങ്ങൾ ഇപ്പോഴും അത് തുടരുകയാണ്. പിണറായി വിജയന്റെ പല വിശ്വസ്തരും MA ബേബിക്കൊപ്പം, അതായത് പാർട്ടിക്കൊപ്പം എന്ന് പറയുന്നു. ഇനി ബേബി ഗ്രൂപ്പ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. MA ബേബിക്കൊപ്പം, ജനറൽ സെക്രട്ടറി MA ബേബിക്കൊപ്പം ചേരുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകളും ഒക്കെയാണ് പുറത്തു വരുന്നത്. ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിക്കെതിരെ ED അന്വേഷണം നടക്കുമ്പോൾ ഈ വീണ തൈക്കണ്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അത് പാർട്ടിക്കെതിരെയുള്ള നീക്കമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചത് മുതൽ പല സഖാക്കളും പിണറായിക്ക് എതിരാവുകയാണ്. പരസ്യമായി പലരും രംഗത്ത് വരികയാണ്. നേരത്തെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പല ഏരിയ കമ്മിറ്റി മീറ്റിങ്ങുകളിലും ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും ഒക്കെ തന്നെ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകരുത് എന്ന അഭിപ്രായം പല സഖാക്കളും ഉയർത്തിയിരുന്നു. അതുപോലെ മുഹമ്മദ് റിയാസിനെയും സംരക്ഷിക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് നേതാക്കൾ മാറിയതോടെ കൈകൾ ശുദ്ധമാണ് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം പിണറായി തന്നെ നേരിട്ട് പ്രതിരോധവുമായി രംഗത്ത് ഇറങ്ങിയതും നമ്മൾ കണ്ടതാണ്. തൃശ്ശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇരുവർക്കുമെതിരെ നടക്കുന്ന ED അന്വേഷണത്തെ തള്ളി പിണറായി സ്വന്തം പ്രതിരോധം തീർത്തത്. LDF ഭരണകാലത്ത് നേതാക്കളൊക്കെയും മുഖ്യമന്ത്രിയായിരുന്ന പിണറായിക്കൊപ്പം ഉറച്ചു നിന്നു. പാർട്ടി തീരുമാനങ്ങൾ പോലും പിണറായി എന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ചായി. ഭരണം നഷ്ടമായതോടെ അധികാര കേന്ദ്രം പാർട്ടിയിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ് എന്നാണ് സൂചനകൾ. CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട പുതുചേരിയിലേക്ക് പിണറായിയുടെ വിശ്വസ്തർ പോലും കൂറുമാറി രാഷ്ട്രീയ ഭാവി ഉറപ്പിക്കുന്ന തിരക്കിലാണ്. ഹവാല ഇടപാടുകളിൽ അടക്കം തെളിവ് നിരത്തി ED അന്വേഷണം സജീവമാക്കിയതോടെ വീണ അറസ്റ്റിലായേക്കും എന്ന സൂചന CPMൽ ശക്തമാണ്. നേരത്തെ മാസപ്പടി കേസ് മാത്രമായിരുന്നുവെങ്കിൽ സമീപകാലത്ത് ഹവാലയ്ക്കൊപ്പം പല കടലാസ് കമ്പനികളുടെ പേരുകളും പുറത്തു വന്നിരുന്നു. പലതിലും PA മുഹമ്മദ് റിയാസ് ആരോപണ വിധേയനാവുകയും ചെയ്തു. ഇതോടെയാണ് പരിധിവിട്ട പ്രതിരോധത്തിന് തുനിഞ്ഞാൽ 8ന്റെ പണിയാകും എന്ന ചിന്ത നേതൃത്വത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ കൂടി പരിണിത ഫലമാണ് ഇപ്പോൾ പിണറായിയെ കൈവിട്ട് CPM നേതാക്കൾ, പല പ്രമുഖരായ CPM നേതാക്കളും പിണറായി പക്ഷത്ത് നിന്ന് ബേബി പക്ഷത്തേക്ക് കൂറുമാറിക്കൊണ്ടിരിക്കുന്നു. പിണറായി നേരിട്ട് കേസിൽ കണ്ണി ചേർക്കപ്പെട്ടതായി ED ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. എന്നാൽ കരാർ പലതും വീണയ്ക്ക് ലഭിച്ചത് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയ്ക്കാണ് എന്ന് EDക്ക് കരിമണൽ കമ്പനി ഉടമയുടേതടക്കം മൊഴി ലഭിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ ആഘാതത്തിന് പിന്നാലെ ഇതിൽ നിന്ന് മുക്തി നേടാൻ CPMന് പുനർജീവൻ നൽകാനുള്ള ശ്രമങ്ങൾക്കിടെ പിണറായിയെ പ്രതിരോധിച്ചാൽ പടുകുടിയിൽ അകപ്പെട്ടതിന് സമാനമാകും എന്ന ചിന്തയും CPM നേതാക്കളിൽ ശക്തമാണ്. മുഹമ്മദ് റിയാസിനെതിരെ പാർട്ടിയിൽ നേരത്തെ തന്നെ രൂപപ്പെട്ട നേതൃനിര പുതിയ സാഹചര്യത്തിൽ കൂടുതൽ സജീവമായിട്ടുണ്ട്. പാർട്ടിയിൽ നേരത്തെ ശക്തരായിരുന്ന EMSനെയും പിന്നീട് VS അച്യുതാനന്ദനെയും തഴഞ്ഞാണ് പാർട്ടി നേതൃത്വം പിണറായിയെ ചേർത്ത് പിടിച്ചത്. പിണറായി പ്രതിസന്ധിയിലായതോടെ കണ്ണി ചേർക്കാൻ കരുക്കൾ നീക്കുന്നത് MA ബേബിയാണ്. പിണറായി പക്ഷത്തെ നേതാക്കളിൽ ഏറെയും ബേബി ക്യാമ്പിലേക്ക് മാറിയതോടെ പിണറായിയെ സംരക്ഷിക്കാൻ ഘടകകക്ഷികൾ പോലും ഇല്ല എന്നുള്ള അവസ്ഥയാണ്. മകൾ വീണയ്ക്ക് സംരക്ഷണം നൽകേണ്ട ബാധ്യതയില്ല എന്ന് CPM അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. മുമ്പ് കൊല്ലത്ത് നടന്ന പാർട്ടി സമ്മേളനത്തിൽ EMSനെ കടൽക്കിഴവൻ എന്ന് വിശേഷിപ്പിച്ച് അദ്ദേഹത്തിന്റെ വഴിയടയ്ക്കുന്നതിന് മുന്നിൽ നിന്ന അന്നത്തെ യുവ നേതാവായിരുന്ന MA ബേബി തന്നെയാണ് ഇപ്പോൾ പിണറായിക്കെതിരെയും കരുക്കൾ നീക്കുന്നത് എന്നാണ് സംശയം. EMSന്റെ നോമിനിയായിരുന്ന സുശീല ഗോപാലിനെ വെട്ടി നായനാരെ മുഖ്യമന്ത്രിയാക്കിയാണ് പാർട്ടി EMSനെ ഒതുക്കി ഒരു മൂലയ്ക്ക് ഇരുത്തിയത്. തീർച്ചയായിട്ടും കൊടുത്താൽ കൊല്ലത്തും കിട്ടും. സമ്മേളനങ്ങളുടെയൊക്കെ സ്ഥലപ്പേരൊക്കെ പറയുമ്പോൾ കൊല്ലം എന്നത് പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. കൊടുത്താൽ കൊല്ലത്തും കിട്ടും. മറ്റ് സഖാക്കളെ വെട്ടിനിരത്തി അവരെ ഒതുക്കി പാർട്ടിയിൽ ഏകാധിപത്യം സ്ഥാപിച്ചെടുത്ത് ഇനി അടുത്ത തലമുറയ്ക്ക് മകൻ ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ മകൻ സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലാത്തതുകൊണ്ട് മരുമകനെ രംഗത്തിറക്കി കളിക്കാനായിരുന്നു പിണറായിയുടെ നീക്കം. അത് പാടെ പൊളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു, എല്ലാം തകർന്നു വീണിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇത് ഒഫീഷ്യൽ ഗ്രൂപ്പാണ് ബേബി ഗ്രൂപ്പ് എന്ന് പറയുമെങ്കിലും അതും ഒരു ഗ്രൂപ്പാണ്. അവിടെയും ആരെങ്കിലുമൊക്കെ കടന്നു വന്നേക്കാം എതിരാളികളായിട്ട്. കാരണം എല്ലാവർക്കും തൻ്റെ കാര്യം മാത്രമാണല്ലോ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പം പിണറായിയെ നേതാക്കൾ കൈവിടുകയാണ്. പിണറായി ഇനി കേരള രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാത്തവനായി
വെറും കൈകളോടെ നിൽക്കേണ്ടി വരും. പിന്നെ സമ്പാദിച്ചതും കട്ടുകൂട്ടിയതും അടിച്ചുമാറ്റിയതും അഴിമതി നടത്തിയതും അങ്ങനെ ധാരാളം പണം കൈവശമുണ്ട് എന്ന് പറയപ്പെടുന്നു. എന്തൊക്കെയായാലും ശരി, പിണറായി യുഗം അവസാനിക്കുകയാണോ? പിണറായി എന്ന രാഷ്ട്രീയ നേതാവിന് രാഷ്ട്രീയ വനവാസത്തിന് ഈ അന്ത്യകാലത്ത് സമയമായോ? രോഗമുണ്ട്, പ്രായമായോ ഒക്കെ ശരിയാണ്. എന്നാൽ പോലും പിണറായി എന്നും പിണറായി തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ, അദ്ദേഹത്തിൻ്റെ ശീലങ്ങൾ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ഒക്കെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഇനി അദ്ദേഹത്തിൻ്റെ പക്ഷത്ത് മരുമകനെങ്കിലും ബാക്കിയുണ്ടായാൽ ഭാഗ്യം.